കഴിഞ്ഞ വർഷം തിയേറ്ററിലൂടെ റിലീസായി ഒരു വമ്പൻ വിജയമായി മാറിയ ഒരു ഇന്ത്യൻ ചിത്രമായിരുന്നു ധുരന്ധർ എന്ന് പറയുന്ന ചിത്രം. 1500 കോടിയുടെ മുകളിൽ അങ്ങനെ കളക്ഷനായി. ഓൾ ടൈം റെക്കോർഡ്സ് മുഴുവൻ ഭേദിച്ചുകൊണ്ട് ഒരു തൻ്റെതായ ഒരു സ്ഥാനം ധുരന്ധർ എന്ന് പറയുന്ന സിനിമ ഒരു സ്ഥാപിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ GCC കൺട്രികളിലൊന്നും റിലീസ് ഇല്ലാതെ തന്നെയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചതെന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ ആ ചിത്രത്തിന്റെ OTT റിലീസും കഴിഞ്ഞു. നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ചിത്രം റിലീസായത്. അപ്പം ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഇതിന്റെ റിവ്യൂ ചെയ്തിരുന്നു. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ സെക്കൻഡ് പാർട്ട് മാർച്ച് 19-ാം തീയതിയാണ് റിലീസ് ആകാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ടീസർ ഇന്ന് റിലീസ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ടീസർ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. സിനിമയുടെ അവസാനം തിയേറ്ററിൽ വെച്ച് ഒരു ചെറിയൊരു പോർഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് തന്നെയാണോ ടീസറായിട്ട് ഇവർ ഇറക്കിയിരിക്കുന്നതെന്ന് അറിയത്തില്ല. നെറ്റ്ഫ്ലിക്സിലും ആ ഒരു പോർഷൻ അവൈലബിൾ ആണ്. സോ നമ്മൾ കണ്ടതിന് ശേഷം ബാക്കി കാര്യം സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, തൊട്ടുതാഴെ കിടക്കുന്ന ഹൈപ്പും കൊടുക്കുക. വെൽക്കം ടു സിനിപീഡിക. ജിയോ സ്റ്റുഡിയോസും അതുപോലെ തന്നെ B62 സ്റ്റുഡിയോസും കൂടി ചേർന്നിട്ടാണ് ടീസർ റിലീസാക്കിയിരിക്കുന്നത്. എന്തായാലും ഇത് 6 മണിക്കൂറായിട്ടേ ഉള്ളൂ. ഒരു 30 ലക്ഷം പേര് ഇപ്പോൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. കാരണം അത്രത്തോളം ക്രേസ് ഈ സിനിമയുടെ പേരിലുണ്ട്. ബാക്കി കണ്ടതിന് ശേഷം സംസാരിക്കുക. എന്താണെന്ന് അറിയത്തില്ല. 1 മിനിറ്റ് 13 സെക്കൻഡ് ഉണ്ട്. ലെറ്റ്സ് റിയാക്ട്. ഓക്കെ. ഇത് ഓൾമോസ്റ്റ് തിയേറ്ററിൽ കാണിച്ച ആ വെർഷൻ തന്നെയാണ്. തുടക്കത്തിൽ 2 ഷോട്ടുകൾ എക്സ്ട്രാ കേട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ആദിത്യധാർ, ലോകേഷ് ധാർ. ഓക്കെ. മാർച്ച് 19. ये नया हिंदुस्तान है. ये घर में घुसेगा भी और मारेगा भी. Good one. ഇത് സംഗതി സെയിം സാധനം തന്നെയാണ്. ബട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാറ്റിയിട്ടുണ്ട്. കുറച്ച് വിഷ്വൽസ് അവിടെ ഇവിടെയൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ടീസർ ആക്കാൻ വേണ്ടിയുള്ള കുറച്ച് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അതൊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ കണ്ട അതേ വേർഷൻ തന്നെയാണ് OTTയിലും ഈ ഒരു പോർഷൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വലിയൊരു കൂടുതൽ സാധനങ്ങളൊന്നും റിവീൽ ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ പ്രതീക്ഷിക്കാനുള്ള വകകൾ മുഴുവൻ ധുരന്ധർ എന്ന് പറയുന്ന സിനിമയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പുതിയ സിനിമയുടെ പേര് ധുരന്ധർ ദ റിവെഞ്ച് എന്ന് പറഞ്ഞാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം മാർച്ച് 19-ാം തീയതി വരെ. ധുരന്ധർ കുറച്ച് ലേറ്റ് ആയിപ്പോയി എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ സെക്കൻഡ് ഒരിക്കലും ലേറ്റ് ആവില്ല എന്നുള്ള ഒരു ഗ്യാരണ്ടി ഞാൻ തരാം. കാരണം അത് ഞാൻ പോയി കണ്ടിരിക്കും. സമയത്തിന് തന്നെ പോയി കണ്ടിരിക്കും. കാരണം അത്രത്തോളം പ്രതീക്ഷകൾ ആ സിനിമയുടെ പേരിലുണ്ട്. അതിൻ്റെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും റിയൽ ക്യാരക്ടേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഈ സിനിമയ്ക്ക് ശേഷം ഇരുന്ന് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കുറേ ട്രൂത്ത് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അതിൻ്റെ അകത്ത് കാണിച്ച ഒട്ടുമിക്ക ആൾക്കാരും ശരിക്കും ഉള്ള റിയൽ ക്യാരക്ടേഴ്സ് ആയിരുന്നു. അതിൻ്റെ അകത്ത് പറഞ്ഞ 1-2 കാര്യങ്ങളൊക്കെ കുറച്ച് അവരുടെ ഈ ആദിത്യധാറിൻ്റെ കുറച്ച് പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ കൂടി പുള്ളി പറഞ്ഞ ഒരു 70-80% അതിൻ്റെ അകത്തൊരു സത്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. സോ അത്രത്തിൽ നല്ല റിസർച്ച് നടത്തി ചെയ്തൊരു സിനിമയാണിത്. അതുകൊണ്ട് തന്നെ ആ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 3-3.5 മണിക്കൂർ ഉണ്ടായിരുന്നു. അപ്പം അതൊരു വലിയൊരു റൺ ടൈം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു സബ്ജക്റ്റ് പറയാൻ അല്ലെങ്കിൽ ആ ഒരു ടെറൈനെ പറ്റി സംസാരിക്കാൻ അത്ര ഒരു സമയം വേണ്ടി വരും. സോ പുതിയ സിനിമയിലും ഏതാണ്ട് അതേ ടൈമിംഗ് ഒക്കെ തന്നെ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നാലും അത്ഭുതപ്പെടാനില്ല. ബട്ട് സ്റ്റിൽ ആ സിനിമയുടെ ആ ഒരു പേസും കാര്യങ്ങളും ഒക്കെ ഇവിടെ വന്നാൽ അത്ര നല്ലത്. പിന്നെ ആദിത്യധാർ എന്ന് പറഞ്ഞൊരു ഡയറക്ടറിൻ്റെ മേളിൽ നല്ലൊരു പ്രതീക്ഷയുണ്ട്. അത് നിരാശപ്പെടുത്തില്ല എന്നൊരു വിശ്വാസത്തോടു കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം 19-ാം തീയതി വരെ. ഞാൻ ഇടയ്ക്ക് ട്രെയിലറൊക്കെ റിലീസാകാൻ ചാൻസ് ഉണ്ട്. സോ വെയിറ്റ് ചെയ്യുക എല്ലാത്തിനും വേണ്ടി. ടീസർ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ധുരന്ധർ എന്ന് പറയുന്ന സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.